നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തെ കോവളവും നേമവും. കോവളവും നേമവും BJPയുമായി ബന്ധപ്പെട്ട വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും നേമത്ത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് BJP വിജയിച്ചുള്ള സ്ഥലമാണ്. ഒന്നല്ല രണ്ട് തവണ രാജഗോപാലാണ് അവിടെ നിന്ന് രാജഗോപാൽ. അതിനുശേഷം കഴിഞ്ഞ തവണ അത് നഷ്ടപ്പെട്ടു. ശിവകുമാറാണ് ജയിച്ചത്. CPM സ്ഥാനാർത്ഥി മന്ത്രിയുമായ ശിവകുമാർ. അന്ന് K. മുരളീധരനാണ് അവിടെ മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥിയായി. നേരത്തെ 13,000 വോട്ട് മാത്രം കിട്ടിയിരുന്ന കോൺഗ്രസ് ഒറ്റയടിക്ക് 36,000 വോട്ടിലേക്ക് കുതിക്കേണ്ട 23,000 വോട്ട് അധികം പിടിക്കേണ്ട അദ്ദേഹം. അങ്ങനെ വീണ്ടും അവിടെ കോൺഗ്രസിന് ശക്തമായ ബന്ധങ്ങളുണ്ടാക്കി. ഇപ്പോൾ ശബരിനാഥാണ് നേമത്ത് മത്സരിക്കുന്നത്. അവിടെ നമ്മുടെ സംസ്ഥാന BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും അതേപോലെ മന്ത്രി ശിവൻകുട്ടിയുമാണ് മത്സരിക്കുന്നത്. ഇതേപോലെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ശരത് ചന്ദ്ര പ്രസാദ് രംഗപ്രവേശം ചെയ്തതോടെ UDF ക്യാമ്പുകൾ വളരെ ഉണർന്നു. ആ പ്രദേശത്തുകാരനായ ശരത് ചന്ദ്ര പ്രസാദിന് അടിത്തട്ട് വരെ വലിയ ബന്ധങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അവിടെ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അവിടെ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു വരുന്നു. അതേപോലെ V. മുരളീധരൻ ആ തട്ടകം കുറേ കാലമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. BJPയുടെ ആര് വിജയിക്കും തോൽക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടുത്തെ കുറിച്ച് കൃത്യമായി പറയുകയാണ് ശരത് ചന്ദ്ര പ്രസാദ് പറയുന്നത് താൻ വിജയിക്കും. ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് മുന്നിലേക്ക് വന്നു. ധാരാളം CPM പ്രവർത്തകരും അതേപോലെ BJP പ്രവർത്തകരടക്കം എനിക്ക് വോട്ട് ചെയ്തു. കാരണം ഭരണം മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനം വഴി ഇത്തവണ രണ്ട് മണ്ഡലങ്ങൾ നേമവും അതേപോലെ കഴക്കൂട്ടവും UDF നേടിയെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം. ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾ കഴക്കൂട്ടത്ത് ഇറങ്ങിയതോടെ പിക്ചറെല്ലാം മാറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്തുമാത്രം ശരിയാണ്? 100% ശരിയാണ്. അത് ശരിയാകും എന്നാണ് എന്റെ വിശ്വാസം. രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, വ്യക്തിപരമായ എന്റെ ബന്ധവും വിദ്യാർത്ഥി കാലം മുതലുള്ള ഒരു 40-50 കൊല്ലക്കാലത്തെ എന്റെ ആത്മബന്ധവും എല്ലാം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പാത എനിക്ക് വെട്ടി തുറന്നു. അതാണ് എന്റെ യാഥാർത്ഥ്യം. അവിടെ പറഞ്ഞോളൂ. അതെന്നെ പറഞ്ഞു. അത് അവിടെ രണ്ട് ഭീകരന്മാരാണ് മത്സരിക്കുന്നത്. ഒന്ന് V. മുരളീധരൻ BJP, രണ്ടാമത് കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടത്ത് ഇവരെ മറികടന്ന് താങ്കൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അതൊന്നും അവരെക്കാട്ടിൽ കടകംപള്ളി 10 കൊല്ലം MLA ആയിരുന്ന ബന്ധമാണ്. എനിക്ക് ഈ മണ്ഡലത്തെ എന്റെ പൊക്കിൽ കൂടി ബന്ധമാണ് ഉള്ളത്. എന്റെ രാഷ്ട്രീയത്തിന്റെ പൊക്കിൽ കൂടി തുറക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. പ്രീഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് 76, 77, 78 കാലഘട്ടത്തിൽ ഞാൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരനാവുന്നത് അപ്പോഴാണ്. 100% രാഷ്ട്രീയക്കാരനാവുന്നത്. അവിടെ നിന്ന് പിന്നെ ഇത്രയും കാലത്തോളം എന്റെ ഒരു ബന്ധം. ഞാൻ MLA ആയില്ല, മന്ത്രിയായില്ല, ഇവിടെ ജനപ്രതി ആയില്ല എങ്കിലും എനിക്ക് ഉള്ള സൗകര്യങ്ങളും എനിക്കുള്ള ബന്ധങ്ങളും ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മറന്നുപോയതാണ്. പക്ഷെ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഓരോരുത്തരും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, ഓഫീസിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഇന്ന സഹായം ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിലാണ്, നമ്മളൊന്നും കുറിച്ചു വെക്കുന്ന ആളുകളല്ല. പിന്നെ എന്റെ അമ്മയുടെ കുടുംബം, ഇതിന്റെ ഹാർട്ട് ഓഫ് ദി തീയാരത്ത് പോങ്ങുമൂട് കേന്ദ്രയിൽ എന്റെ അമ്മയുടെ കുടുംബം, എന്റെ അച്ഛന്റെ കുടുംബത്തിന്റെ പേട്ടയിൽ നിന്ന് ആറ്റിപ്പുറ കുളത്തൂർ മേഖലയിലുള്ള ബന്ധങ്ങൾ, എന്റെ അതിനേക്കാളും കുടുംബ ബന്ധത്തിനും അപ്പുറം എന്റെ സുഹൃത്ത് ബന്ധങ്ങൾ, ജാതി മതങ്ങൾക്കും അപ്പുറമായിട്ട് എന്റെ സൗഹൃദങ്ങൾ. അത് രാഷ്ട്രീയമായി കോളേജിൽ പഠിക്കുമ്പോൾ എതിരാളികളായിരുന്ന SFIക്കാരാണെങ്കിലും അവരൊക്കെ പിൽക്കാലത്ത് എന്റെ മിത്രങ്ങളാണ്. എവിടെ വെച്ച് കണ്ടാലും പഴയ സഹപാഠികൾ എന്നുള്ളൊരു ആത്മബന്ധം നമുക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആ മണ്ഡലത്തിൽ അത് മാത്രമാണോ താങ്കൾക്ക് ഗുണമായിട്ട് വന്നിട്ടുള്ളത്? വേറെ എന്തെങ്കിലും ഘടകങ്ങൾ ഗുണമായിട്ട് വന്നിട്ടുണ്ടോ? അത് അഡീഷണൽ ആണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ മറ്റു 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് പറയുന്നതിന് കുഴപ്പമില്ല. V. മുരളീധരൻ ഇവിടെ മത്സരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് താമസമായ ആളാണ്. എനിക്ക് അങ്ങനെയല്ല. കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി പഞ്ചായത്തിന്റെ ഭാഗമായി
അദ്ദേഹം ജനിച്ചു വന്നത്. ഞാനും അദ്ദേഹവും പേട്ടയം കടകംപള്ളി എന്ന് പറയുന്ന രണ്ട് സ്ഥലമല്ല. എന്റെ അമ്മയുടെ കുടുംബം ഇവിടെയാണ്. അപ്പൊ ഈ ബന്ധങ്ങളിൽ മറ്റു രണ്ടു പേർക്കുള്ളതിനെക്കാട്ടിൽ ആത്മബന്ധം എനിക്കിവിടെ ഉണ്ട്. പിന്നെ ഉണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതാണല്ലോ ബേസ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ SIR അടക്കം ഉള്ള ഒടുവിൽ വന്ന ഗ്യാസ് പാചകവാതക സിലിണ്ടറിന്റെ പ്രശ്നങ്ങൾ ഒക്കെയുള്ള വിഷയങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെതിരെ 10 കൊല്ലത്തെ ദുർഭരണം, അഴിമതി, സ്വജനപക്ഷപാതം, ധാർഷ്ട്യം, ഒടുവിൽ ശബരിമല കൊള്ള, ഇതെല്ലാം കൂടി കേരളൊട്ടാകെ ശബരിമല കൊള്ള ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കഥാതന്തു നിൽക്കുന്നത് ഇവിടെയാണ്, കഴക്കൂട്ടത്താണ്. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികം അത് ചർച്ച ചെയ്യപ്പെടും. ഇവിടെ ഞാൻ പരമാവധി വ്യക്തിപരമായ ആ രാഷ്ട്രീയ ചർച്ചകൾ വ്യക്തിപരമായി എന്റെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ ഏറ്റവും ഒടുവിൽ കടകംപള്ളിയിൽ ഒരു പൂജാരിയുടെ ആത്മഹത്യ ഉണ്ടായി. അത് BJP വേറൊരു തരത്തിൽ മത്സരം അവർ തമ്മിലാണെന്ന് വരുത്താൻ വേണ്ടി അത് അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷെ നമ്മളതിന്റെ ഒരു പൂർണ്ണമായും സത്യാവസ്ഥ ബോധ്യപ്പെടാതെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനകത്ത് കടന്നില്ല. പക്ഷെ കാലക്രമത്തിൽ അതിന്റെ സത്യം പുറത്തു വരും. തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ളൊരു സത്യസന്ധമായ സമീപനം ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. BJPക്കാർ RSSകാർ തയ്യാറാത്തപ്പോൾ VHPയെ കൊണ്ടാണ് V മുരളീധരൻ അത്തരത്തിലൊരു സമരവും സത്യാഗ്രഹവും ഒക്കെ നടത്തിയത്. നമുക്കൊന്നും അങ്ങനെ പോകാൻ വേണ്ടിയുള്ള സമയം നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടിയതാണ്. പിന്നെ രണ്ടുപേരും സാമ്പത്തികമായി ഒട്ടും മോശമല്ലാത്തവരാണ്. അവിടെയാണ് സീറോ ബാലൻസിൽ ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. നോമിനേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് അക്കൗണ്ടിൽ വന്ന കുറച്ച് പൈസ. താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര വോട്ടിന് താങ്കൾ വിജയിക്കും? എന്റെ ഒരു റഫ് കാൽക്കുലേഷനിൽ ഞാൻ 5നും 10നും ഇടയ്ക്ക് ജയിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ പറയുന്നത് ഒരു 3:30ക്കും 6നും ഇടയ്ക്കൊക്കെ ജയിക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നും ഈ മണ്ഡലത്തിലെ ഒരു കല്യാണത്തിന്, അതായത് എന്റെ ഒരു അമ്മയുടെ കുടുംബത്തിന് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരു കല്യാണത്തിന് കുറിച്ച് വന്നതാണ്. കാര്യവട്ടം അവിടെ സ്റ്റേഡിയത്തിൽ. അവിടെ വന്നവരും എല്ലാം വിവിധ പാർട്ടിക്കാരാണ് എന്റെ കുടുംബത്തിൽപ്പെട്ടവർ. പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞത് ജയിക്കും, ധൈര്യമായിട്ട് പോകുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ മുഖസ്തുതി പറയാനും സുഖിപ്പിക്കാനും പറയുന്ന അല്ലാതെ ചില ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ചില ആളുകൾ സ്ത്രീയൊക്കെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ രാവിലെ പോയി ചെയ്തു കേട്ടോ എന്ന് നിഷ്കളങ്കമായി പറഞ്ഞു പോകുന്ന ഒരു ട്രാക്ക്. അപ്പൊ അതൊക്കെ കുട്ടികളെ രാഷ്ട്രീയ കാരണം ഞാൻ പറഞ്ഞതുപോലെ ആ കാരണങ്ങൾ സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നാടി നിറയ്ക്കാൻ എന്റെ വ്യക്തിബന്ധങ്ങളുടെ വോട്ട് കൂടെ പ്രയോജനപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. രണ്ടാം സ്ഥാനത്ത് ആര് വരും? അത് BJP വരാനാണ് സാധ്യത. അവസാന ദിവസം കടകംപള്ളി സുരേന്ദ്രൻ കുറെ ബാക്കിപ്പോയി. എന്ന് വെച്ചാൽ എല്ലാ വാർഡുകളിലും അങ്ങനെ വരില്ല. ചില സ്ഥലങ്ങളിൽ CPMന്റെ സ്ട്രോങ് ഹോൾഡ് ചില ഏരിയകൾ ഇപ്പോഴും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ സർക്കാർ പോണം എന്ന് ആഗ്രഹിക്കുന്ന ഹാർഡ് കോർ CPMമാരുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്ന ചില CPMമാരുണ്ട്. അവിടെ കടകംപള്ളിക്ക് വോട്ടിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ ജില്ല, അതായത് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ എത്ര സീറ്റ് UDFന് കിട്ടാൻ സാധ്യത? LDFന് എത്ര കിട്ടും? BJP എത്ര കിട്ടും? ഒരു റഫ് എസ്റ്റിമേറ്റിൽ 50-50 കിട്ടാനാണ് സാധ്യത. കുറഞ്ഞത് ഒരു 5 സീറ്റെങ്കിലും UDFന് കിട്ടും. ഫ്രണ്ടിലേക്ക് കയറിയാൽ 7നും 9നും ഇടയ്ക്ക് വരെ പോവാം. ഏതൊക്കെ സീറ്റുകളാണ് 5 സീറ്റ് എന്ന് പറയാൻ സാധ്യതയുള്ള? അതങ്ങനെ ഞാനിപ്പോ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് കാര്യം. എല്ലാ എന്റെ സഹപ്രവർത്തകർ BJP സീറ്റ് നേടുമോ? BJP തന്നെ വിലയിരുത്തിയിരിക്കുന്നത് അവർക്ക് നിയമം മാത്രമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിയമത്തെക്കുറിച്ചും പല സംശയങ്ങളും പറയുന്നുണ്ട്. അവസാനം എത്തിയപ്പോൾ അവിടെ ശബരിനാഥ് മുന്നിൽ കയറി എന്ന് പറയുന്നൊരു വാർത്തയും വന്നിരുന്നു. അതുണ്ട് ആ ഒരു വാർത്ത അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ശബരിനാഥും ശരത് ചന്ദ്ര പ്രസാദും അട്ടിമറി വിജയം നേടുന്നു എന്നാണ് വന്ന വാർത്തകളിൽ നിന്നുള്ള ഒരു രൂപം. ആ രണ്ടും അത് തന്നെയാണ് കാര്യം. ഈ രണ്ട് മണ്ഡലത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനമായും
UDF 3-ാം സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ അങ്ങേ തെരഞ്ഞെടുപ്പിലും പോയത്. സ്വാഭാവികമായി അങ്ങനെ ഒരു ചർച്ചയുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ.